ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഇതാ ഒരു ഫുൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യാനായിട്ട് പോവാണേ. വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു. അങ്ങനെ വെക്കേഷൻ കഴിയാനായി, എന്നിട്ട് ഞാൻ റൂം ക്ലീനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം, അതുപോലെ തന്നെ എൻ്റെ ഡെസ്കൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന്. ആദ്യം തന്നെ ഞാൻ എന്താ റൂമിലുള്ള ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ടു കേട്ടോ. പിന്നെ ഞാനിതാ കർട്ടനൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നേ. ജനലൊക്കെ തുറന്നത് ജസ്റ്റ് ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ജനലിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതിനുശേഷം ഞാൻ അവിടുത്തെ കർട്ടനും എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പുതിയ കർട്ടനൊന്നും പകരം ഇടുന്നില്ല, ആ കർട്ടൻ തന്നെയാണ് നമ്മളിടുന്നത്. പിന്നെ ഇതാ കർട്ടനിലൊക്കെ നന്നായിട്ട് തന്നെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ, ജനലിൻ്റെ അവിടെ നിന്ന് എടുത്ത ശേഷം. പിന്നെ കർട്ടൻ നമ്മൾ തിരുമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കർട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് അലക്കിയിടാറുണ്ട്. ഈ സൈഡിലുള്ള ജനലിൻ്റെ അവിടെയുള്ള കർട്ടനും ഇതേപോലെ തന്നെ അയച്ചെടുക്കുന്നുണ്ട്. കർട്ടൻ്റെ അറ്റത്ത് ഉണ്ടാകുന്ന ആ സാധനമായിട്ട് അതിലൊക്കെ നന്നായിട്ട് തന്നെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ ഞാനിതാ ഇവിടെ കിടക്കയിലായിരുന്നു കേട്ടോ ഇട്ടുണ്ടായിരുന്നത് കർട്ടനൊക്കെ. പിന്നെ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൂമിലേക്ക് കുറച്ചും കൂടി ഒന്ന് വെളിച്ചമുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഡെസ്കിൻ്റെ ഇപ്പോഴത്തെ കോലം. അതിൽ തന്നെ നമുക്ക് ഡെസ്കിൻ്റെ മേലെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ബാഗും ബുക്കും എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മേലെ. അതൊക്കെ മാറ്റിയ ശേഷം ഞാൻ മേലെ വിരിച്ചിട്ടുള്ള ആ ഒരു തുണിയും നമ്മൾ മാറ്റുന്നുണ്ട്. ഡെസ്കും റൂമും ക്ലീൻ ചെയ്യുന്ന അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഡെസ്കിൽ ഞാനൊരു വൈറ്റ് കളറിലുള്ളൊരു ക്ലോത്ത് വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അത് ഞാൻ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എയർ ഫ്രഷ്നർ തീർന്ന കാരണം ഞാനിത് സ്പ്രേ ഒക്കെയാണ് എടുത്ത് അടിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന സ്പ്രേ ആയിരുന്നു. ഫോഗിൻ്റെ സ്മെല്ല് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എൻ്റെ റൂമിൽ 2 ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക്. ഡെസ്കിൽ നമ്മൾ വല്ലാണ്ട് അങ്ങനെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ഒരു ചെറിയ മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു പെൻ ഹോൾഡറും അവിടെ വെച്ചിട്ടുണ്ട്. ആ പെൻ ഹോൾഡറൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡെസ്കിൽ മണി പ്ലാന്റ് ഒക്കെ വെക്കുന്നതാണ് നല്ല രസമാണല്ലേ. ഞാനിതൊരു കോർണറിലായിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലിപ്പോൾ അടുത്ത പെയിൻറ്റ് അടിച്ചതുകൊണ്ട് തന്നെ ചുമരൊന്നും അങ്ങനെ നാശമാവാത്തതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ ഒരു പെയിൻറ്റ് അടിച്ച ഈ ഒരു കളറ് ഞാൻ സെലക്ട് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഡെസ്കിൻ്റെ വലിപ്പമൊന്നും നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഈ ഒരു പെയിൻറ്റും ഈ ഒരു കർട്ടനൊക്കെ കൂടി നല്ല മാച്ച് ആവുന്നുണ്ടല്ലേ. അത് നമ്മുടെ റൂമിലെ യെല്ലോ കളറായിരുന്നു കേട്ടോ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇത്രയും സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെസ്ക് ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് നീക്കിയിട്ടപ്പോൾ ഡെസ്ക് ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടാറുണ്ട് കേട്ടോ. ഞാൻ ജനലിൻ്റെ കോർണറിലായിട്ട് കാണുന്നത് ഞാൻ ചെയ്തൊരു ബോട്ടിൽ ആർട്ടായിരുന്നു. കുറേ നല്ല നല്ല ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ പെയിൻ്റ് അടിയിൽ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റായിട്ട് ചെയ്ത് പറ്റിയായിരുന്നു കേട്ടോ. ഇതെൻ്റെ അടുത്ത് അങ്ങനെ പെയിൻറ്റൊന്നും ഇല്ലാത്ത ടൈമിൽ ചെയ്ത് പറ്റിയാണ്. അതെന്തായാലും ഒരെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ടേബിൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കി വീഡിയോസും കൂടി ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. ബൈ.